അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാഹിസിൻ്റെ റിവ്യൂ റൂമിൽ നിന്ന് ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പുസ്തകം തിരുനബിയുടെ പലായനം എന്ന പുസ്തകമാണ്. 22 വാള്യങ്ങളോടെ IPB പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഈ ഒരു പുസ്തകം. ഇതിൻ്റെ രചയിതാവ് പ്രശസ്തനായ പണ്ഡിതനും എഴുത്തുകാരനും ചിന്തകനും കൂടിയായ CP ഷഫീഖ് ബുഖാരി അവർകളാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലായ ഹിജ്റയെക്കുറിച്ചാണ് ഇതിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ വായിച്ച നബിചര്യകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചര്യയായാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെ ഗ്രഹിച്ചെടുക്കാനായി സാധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഹിജ്റ ചെയ്തത് എത്യോപ്യയിലേക്കാണ്. മക്കയിൽ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുയായികളെയും നിൽക്കാൻ സമ്മതം നൽകാതെ ഇടതടവില്ലാതെ ഉപദ്രവങ്ങൾ അവർ നേരിടേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്യോപ്യ എന്ന് പറയുന്ന ആ ഒരു നഗരം എന്താണ് തിരഞ്ഞെടുത്തത്? കാരണം അവിടുത്തെ ചക്രവർത്തി ആയിരുന്ന നജാഷി എന്നവർ പുറത്തുനിന്നും വരുന്ന ആക്രമണങ്ങളെ സ്വീകരിക്കുകയില്ലായിരുന്നു. അങ്ങനെ തുടങ്ങി പുറത്തുനിന്നും ഒന്നും കടം വാങ്ങാതെ ജീവിച്ച് തൻ്റെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു നജാഷി ചക്രവർത്തിയുടേത്. ഓരോ ഘട്ടം ഘട്ടമായാണ് അവർ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയത്. ആദ്യമായി ഹിജ്റ പോയത് ഉസ്മാൻ ബിൻ അഫ്ഫാനും ഭാര്യ റുഖിയ ബീവിയുമാണ്. ആദ്യ പലായന സംഘത്തിൻ്റെ ലീഡറായി തിരഞ്ഞെടുത്തിരുന്നത് തിരുനബിയുടെ പുത്ര സഹോദരൻ അബൂ ത്വാലിബിൻ്റെ മകൻ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ക്രൈസ്തവ മതമായിരുന്നു എത്യോപ്യക്കാരെ സ്വീകരിച്ചിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും എത്യോപ്യയിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുത്തെ ആളുകൾ അവിടുത്തെ നജാഷ് എന്ന് പറയുന്ന രാജാവിനെ കണ്ടു. എന്നിട്ട് രാജാവിനോട് അവർ പറഞ്ഞു, രാജാവേ, നമ്മളുടെ നാട്ടിലേക്ക് മക്കയിൽ നിന്നും കുറച്ച് പേര് വഴിമാറി വന്നിട്ടുണ്ട്. ഇവർ മുസ്ലിം മതമാണ്, നമ്മളുടെ മതത്തിൽപ്പെട്ടവരല്ല, നമ്മളെ മതം അവർ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇമാം നജാഷി രാജാവ് മുസ്ലിമീങ്ങളെ വിളിച്ചു വരുത്തി അവരോട് ചോദിക്കുകയുണ്ടായി, പുതിയ മതമാണ് നിങ്ങളുടേത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പാരമ്പര്യ വിശ്വാസങ്ങളെ കൈവെടിഞ്ഞത്? അവിടുത്തെ പാരമ്പര്യ വിശ്വാസം എന്നത് ക്രൈസ്തവ മതമാണ്. നിങ്ങൾ ഞങ്ങളുടെ മതത്തിൽ ചേർന്നിട്ടുമില്ലല്ലോ, ഏത് സമുദായത്തെയാണ് നിങ്ങൾ പിന്തുടരുന്നത് എന്ന് രാജാവ് മുസ്ലിം സമുദായത്തിനോട് എണീറ്റ് നിന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, രാജാവേ, ഞങ്ങൾ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുകയായിരുന്നു, മൃഗഹാരാദികളും ശവം തീനികളുമായിരുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് തിന്മകൾ ജഅഫർ റളിയല്ലാഹു അൻഹു ആ രാജാവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്നും അല്ലാഹു തആല നമ്മിലേക്ക് അയച്ച പ്രവാചകൻ ഞങ്ങളെ ഇതിൽ നിന്നും തിരുത്തിയത്. എന്നിട്ട് ആ പ്രവാചകൻ ഏകനായ അള്ളാഹുവിലേക്ക് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂവെന്നും ഉപദേശിച്ചു. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളും ആരാധിച്ചു പോന്നിരുന്ന കല്ല് കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് രാജാവ് മുസ്ലിം സമുദായത്തിനോട് ചോദിക്കുകയുണ്ടായി, തൻ്റെ മതമായ ക്രൈസ്തവ മതം അനുകരിക്കുന്നത് ഈസാ അലൈഹിസ്സലാമിനെയാണല്ലോ. ഈ ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് മുസ്ലിം സമുദായത്തിനോട് രാജാവ് ചോദ്യം ഉന്നയിച്ചപ്പോൾ
മുസ്ലിം സമുദായം പറഞ്ഞു, ഈസ പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ ദൂതനുമാണ്. മറിയം ബീവിയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെട്ട പരിശുദ്ധാത്മാവും പ്രവാചകനുമാണ് എന്ന്. ഇത് കേട്ട നജാഷി പറയുകയാണ്, അള്ളാഹുവാണ് സത്യം, നിങ്ങളുടെ പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് ഈസ പ്രവാചകന്റെ വിഷയത്തിൽ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം നമ്മുടെ മതത്തിലേക്ക്, ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിവഴിയിലൂടെ വധിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിക്കാൻ ശത്രുക്കൾ 3 കാരണങ്ങൾ തീരുമാനമിട്ടു. 1. നബി തങ്ങളെ പുറത്തു പോകാൻ അനുവദിക്കാതെ മക്കയിൽ തന്നെ സ്ഥിരപ്പെടുത്തുക എന്നത്. 2. നബിയെ കൊല്ലാൻ വേണ്ടി ചതിക്കുക. 3. നബി തങ്ങളെ പുറത്താക്കാൻ വേണ്ടി ചതിക്കുക. എന്നിങ്ങനെ 3 സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വധിക്കുന്നതിന്റെ ചർച്ചയ്ക്ക് വേണ്ടി അവർ ദാറുൻ നദവയിൽ ഒരുമിച്ച് കൂടുക വരെ ഉണ്ടായി. അങ്ങനെയിരിക്കെ അവർ ഓരോ തീരുമാനങ്ങൾ ഇടുകയാണ്. മുഹമ്മദിനെ നമുക്ക് മക്കയിൽ നിന്ന് പുറത്താക്കി അവരുടെ വഴിക്ക് വിടാം. അപ്പോൾ നമ്മൾ സുരക്ഷിതരാവുകയും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങുകയും ചെയ്യും എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു. ഇത് കേട്ടയുടനെ മറ്റേയാൾ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുകയാണ്. മുഹമ്മദിനെ ഇവിടെ നിന്നും പുറത്താക്കിയാൽ വേറൊരു നാട്ടിൽ പോയി അവിടുത്തെ ജനങ്ങളിൽ ഇസ്ലാം പ്രചരിപ്പിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതിലൂടെ നിരവധി അനുയായികൾ വരും എന്ന് എതിർത്ത് അവർ അഭിപ്രായപ്പെടുകയാണ്. അഭിപ്രായപ്പെട്ട് കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇബ്ലീസ് ചർച്ചയിൽ സന്നിഹിതനായി. ഇബ്ലീസ് പറയുകയാണ്, മുഹമ്മദ് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ വീട്ടിൽ ചെന്ന് സംഘമായി വധിക്കാമെന്നും ഇബ്ലീസ് അഭിപ്രായപ്പെടുകയാണ്. ഇതുവഴി ആരാണ് കൊന്നത് എന്നതിൽ ഗോത്രങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ എല്ലാ ഗോത്രങ്ങളെയും പ്രതികാരം ചെയ്യാൻ പ്രവാചകരുടെ ഗോത്രത്തിന് കഴിയുകയില്ല. അങ്ങനെ പ്രവാചകരുടെ ഗോത്രം നഷ്ടപരിഹാരം കൊണ്ട് പെടേണ്ടി വരുമെന്ന് ഇബ്ലീസ് അഭിപ്രായം പറയുകയാണ്. അങ്ങനെ ഒരിക്കൽ നബിതങ്ങളുടെ വീട്ടിൽ ഉറങ്ങുമ്പോൾ രാത്രി സമയത്ത് ശത്രുക്കൾ വീട് പഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തു കിടക്കുന്നതിന് വേണ്ടി ഒരു പിടി മണലെടുത്ത് പുറത്തേക്ക് വീശുന്നത്. അപ്പോൾ എല്ലാ ശത്രുക്കളുടെ കണ്ണുകളിലും മണൽ തരികളായി ഇരിക്കുന്ന ആ ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു സമയത്ത് അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗർ ഗുഹയിൽ പോയി വസിക്കുകയാണ്. ഒപ്പം തൻ്റെ ആത്മസുഹൃത്തുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുള്ള അവർക്കൊപ്പം താമസിക്കും. ആമിർ ബിൻ ഫുഹൈറ സൗർ ഗുഹയുടെ അരികിൽ ആട് മേയ്ക്കാറുണ്ടായിരുന്നു. രാത്രിയായാൽ കല്ലിട്ട് ചൂടാക്കിയ ആടിൻ്റെ പാൽ അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ രാത്രി വിശപ്പടക്കും. അങ്ങനെ 3 രാത്രികളിൽ ഇവർ ഇങ്ങനെ കഴിച്ചുകൂടി. അങ്ങനെ സൗർ ഗുഹയിൽ നിന്നും അവർ മദീനയിലേക്ക് തൻ്റെ അനുയായികളോടൊത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പലായനം ചെയ്യുമ്പോൾ മദീനയിലെ ജനങ്ങൾ എല്ലാ ദിവസവും കൺമിഴിച്ച് തങ്ങൾ വരുന്നത് കാത്തിരിക്കുകയായിരിക്കും. തലാൽ ബദ്രു ചൊല്ലിയാണ് നബി തങ്ങളെ മദീനയിലേക്ക് വരവേൽപ്പിച്ചത്. അവർ പാട്ടുപാടി ദഫ്മുട്ടി സ്ത്രീകളും പുരുഷന്മാരും ബിൽഡിങ്ങുകളുടെ മുകളിൽ കയറി എത്തി നോക്കി. അങ്ങനെയൊക്കെയാണ് നബി തങ്ങളെ മദീനയിലേക്ക് പ്രവേശിപ്പിച്ചത്. അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ 500 സ്വഹാബികൾ നബിക്ക് ചുറ്റും കൂടിയിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് തങ്ങൾ അപ്പോഴും നബിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ ലളിതമായ ഭാഷകളിലൂടെയും മനസ്സിലാകുന്ന രൂപത്തിലൂടെയുമാണ് CP ഷഫീഖ് ബുഖാരി ഈ ഒരു പുസ്തകം രചിച്ചത്. ഏറ്റവും മനോഹരമായ ഈ ഒരു പുസ്തകം
നിങ്ങളും വായിക്കണം എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.